ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങളുമായി പുറത്തിറങ്ങിയപ്പോൾ വളരെ ജാഗരൂകരായി ഇരിക്കണമെന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത്. കുവൈറ്റിലെയും ഖത്തറിലെയും അധികാരികൾ പറയുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, കൂടുതൽ സമയവും വീടിനുള്ളിൽ തന്നെ ആളുകൾ ചിലവഴിക്കണം എന്നുള്ളതാണ്. പുറത്തേക്ക് യാത്രകൾ കൂടുതലായും ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് കർശനമായി ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ കുവൈറ്റ് അതുപോലെ തന്നെ ഖത്തർ ഭരണാധികാരികൾ അവിടെയുള്ള ആളുകൾക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. കാരണം ഇറാൻ വളരെ തന്ത്രപരമായ ഒരു യുദ്ധവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. US കേന്ദ്രങ്ങളിലേക്ക്, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള US കേന്ദ്രങ്ങളിലേക്ക് കടുത്ത നീക്കത്തിന് ഉള്ള തയ്യാറെടുപ്പിലാണ്, കരനീക്കത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കർശന നിർദ്ദേശവുമായി ഈ ഭരണകൂടങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളെ കടുത്ത രീതിയിൽ ആക്രമിക്കുകയും അങ്ങനെ US-ന്റെ നില പരിങ്ങലിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രം. അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി US-ഉം രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇറാൻ യുദ്ധത്തിന് ഇറാഖിലെ കുർദികളുടെ പിന്തുണ തേടിയിരിക്കുകയാണ് ഇപ്പോൾ US എന്നുള്ളതാണ് അറിവ്. വടക്കൻ ഇറാഖ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇറാനിയൻ വിമതരായ കുർദ് സംഘങ്ങളെ യുദ്ധത്തിനിറക്കാനാണ് US-ന്റെ ശ്രമം. ഞായറാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാഖിലെ 3 കുർദിഷ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാനിലെ കുർദിഷ് സംഘങ്ങളെ സൈനികമായി സഹായിക്കാൻ ഇറാഖിലെ കുർദികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള കുർദ് സംഘങ്ങളിൽ ആയുധ പരിശീലനം ശ്രദ്ധിച്ച ആയിരക്കണക്കിന് പേരുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കുർദിഷ് ഫ്രീഡം പാർട്ടിയിലെ ഏതാനും സായുധ പോരാളികൾ ഇറാൻ അതിർത്തിയിലെ സുലൈമാനിയ പ്രവേശികയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഖലീൽ നിദീറി പറഞ്ഞു. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ കുർദിഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് PAK എന്നുള്ളത്. ഇറാനിലെയും ഇറാഖിലെയും കുർദിഷ് സംഘങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളായാൽ കരയിൽ പോരിനിറങ്ങുന്ന ആദ്യ സംഘമാവും അവർ. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടാനിറങ്ങി പരിചയമുള്ള കുർദിഷ് സംഘങ്ങൾക്ക് പരിചയം ഉണ്ട് എന്നുള്ളത് കുർദിഷ് സംഘങ്ങളുടെ സഹായം തേടുന്നതിന് US-നെ പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അതിനിടെ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇറാനിൽ കടക്കാൻ തങ്ങളുടെ സായുധ സംഘം സജ്ജമാണെന്ന് മറ്റൊരു കുർദിഷ് സംഘടനമായ കൊമാലിയയിലെ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ AP-യോട് പറയുകയും ചെയ്തു. അങ്ങനെ കടുത്ത രീതിയിലുള്ള തന്ത്രങ്ങളുമായി ഇപ്പോൾ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ സജ്ജമായ രീതിയിലുള്ള ഒരു US നീക്കം. അങ്ങനെ കുർദിഷുകളെ കൂടി ഈ സേനയിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഇറാനെതിരെ തൊടുത്തുവിടാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേലും US-ഉം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കർശനമായ താക്കീത് വരുന്നത്. ആളുകൾ പുറത്തിറങ്ങുകയോ വിനോദസഞ്ചാര മേഖലകളിൽ ചെന്നുപെടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് കുവൈറ്റിലെയും ഖത്തറിലെയും ഭരണകൂടം അവർക്ക് അവരുടെ നാട്ടിലുള്ള ആളുകളോട് നൽകിയിരിക്കുന്ന പ്രത്യേകമായ നിർദ്ദേശം.